ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മന്ത്രി സജി ചെറിയാൻ യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയതായിരുന്നു. മന്ത്രി വീണ ജോർജിനെ പിന്തുണച്ച് നടത്തിയ പ്രതികരണത്തിൽ പക്ഷേ പതിവ് പോലെ നാവ് ചതിച്ചു. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാറായ താൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊരു ചോയ്സ് ഇല്ല എന്നതുകൊണ്ടാണല്ലോ തെരുവുകളിൽ പ്രതിഷേധമുയരുന്നത്. സർക്കാർ ആശുപത്രികളിൽ പലതും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് എന്നതും ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ പണം പിരിച്ചു പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്നതുമാണല്ലോ വിമർശിക്കപ്പെടുന്നത്. അപ്പോഴെങ്ങനെയാണ് ജീവൻ രക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ച മന്ത്രി വിമർശിക്കുന്നവർക്ക് പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് പറയാനാവുക? വിമർശനങ്ങളെയും സമരങ്ങളെയും നമ്പർ 1 എന്ന ഊതിപ്പെരുപ്പിച്ച വാദം കൊണ്ട് നേരിടുമ്പോൾ മന്ത്രി സജി ചെറിയാൻ അറിയാതെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. മന്ത്രി കലമുടച്ചു എന്നതാണ് ചോദ്യം. ഇടതുപക്ഷത്തു നിന്നും റെജി ലൂക്കോസ്, കോൺഗ്രസിൽ നിന്നും എൻ ശ്രീകുമാർ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, രാഷ്ട്രീയ നിരീക്ഷകനായി A സജീവൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. ശ്രീ റെജി ലൂക്കോസ്, പതിവ് പോലെ നാക്കുപിഴ പറ്റിയതാണോ മന്ത്രി സജി ചെറിയാൻ? അതോ പറയുമ്പോൾ അറിയാതെ ഒരു സത്യം അറിയാതെ അങ്ങ് വിളിച്ചു പറഞ്ഞു പോയി, വാചകം അബദ്ധത്തിലാവുകയും ചെയ്തു? അല്ല ശ്രുതി, സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ്. അദ്ദേഹം സ്വകാര്യ ആശുപത്രികളിൽ പോയി ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞത് സർക്കാർ ആശുപത്രികൾ മോശമാണ്, സർക്കാർ ആശുപത്രികളിലേക്ക് ജനം കയറരുതെന്നുള്ളൊരു മെസ്സേജല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ സത്യസന്ധമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പിന്നീട് അദ്ദേഹം തുറന്നു പറഞ്ഞു. സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിയെ സംബന്ധിച്ചോളം ഈ ഏച്ചുകെട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ട് പത്രഭാഷയിൽ സംസാരിക്കാണ്ട് മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപകടകരമായ ഡെങ്കിപ്പനി അദ്ദേഹത്തിന് ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ പോയി 10-15 ദിവസം വീണ്ടും അദ്ദേഹം അബോധാവസ്ഥയിലായി അദ്ദേഹം രക്ഷപ്പെട്ടെന്നുള്ള സത്യം പറഞ്ഞു. ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകരോ സർക്കാരോ ഇടതുപക്ഷ മുന്നണിയോ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയെ ഒരിക്കലും അടങ്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ നൽകുന്ന വേർഷൻസ് മാത്രമേ ഉള്ളൂ. നല്ല എത്രയോ സ്വകാര്യ ആശുപത്രികളുണ്ട്. പതിറ്റാണ്ടുകളുടെ വലിയ രീതിയിലുള്ള സേവനം. ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളെ, മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളെ ഇതെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന വാദമാണ് പ്രധാനപ്പെട്ട CP നേതാക്കൾ പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി നടത്തുന്ന ഗൂഢാലോചന എന്ന വാചകം കൂടിയുണ്ട്. ഇന്നിപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അതാണ്, പൊതുജനാരോഗ്യ മേഖലയ്ക്കെതിരായ ഗൂഢാലോചന എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ടാണെന്ന്. അത് ആ വാചകം കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാറായ താൻ സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാറായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പറഞ്ഞതും പിന്നീട് അത് വിശദീകരിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് പറഞ്ഞു പോയി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ല എന്നൊന്നും അല്ല നമ്മുടെ വിഷയം ശ്രീ റെജി ലൂക്കോസ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റി, അമൃത ആശുപത്രിയിൽ 14 ദിവസം കിടക്കാൻ പറ്റി. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, അതിനുള്ള മറുപടി വളരെ വ്യക്തമാണ്. കാരണം സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ തുടങ്ങി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് സ്മൃതി ഇടപെട്ടുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ. സ്വകാര്യ ആശുപത്രികളിൽ നല്ല ആശുപത്രികളുണ്ടെന്ന് ആതുരസേവന രംഗത്ത് ചരിത്രം തിരിച്ച നല്ല ആശുപത്രികൾ ഇല്ല എന്ന് ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രികളിൽ കോടാനുകോടികൾ നിക്ഷേപം ചെയ്ത് ആളെ കിട്ടാത്തൊരു സാഹചര്യം കഴിഞ്ഞ 9 വർഷത്തിനുണ്ടായപ്പോൾ, അത് ഞാൻ ആദ്യം ഉദ്ദേശിച്ച ആശുപത്രികളല്ല, അവർക്ക് വേണ്ടിയിട്ടാണോ ഇവർ തെരുവിൽ നാടകം കളിക്കുന്നത്? കഴിഞ്ഞ 9 വർഷം കൊണ്ട് ലോകത്തിന് മാതൃകയായി വളർത്തിയെടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ ആതുരസേവന രംഗത്തെ തകർത്തുകൊണ്ട് മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി വഴിവെട്ടുവാണെന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയല്ലേ? എന്താ സ്മൃതി ആ കാര്യത്തിൽ സംശയം? നോക്കൂ റെജി ലൂക്കോസ്, ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരു പഴകിയ കെട്ടിടം, 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണു, ഒരു മരണം സംഭവിച്ചു. അതിനെ തുടർന്ന് മന്ത്രി ആ സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ, അതാണല്ലോ പ്രശ്നമായത്. 3 പേർക്കേ പരിക്കുള്ളൂ എന്ന് പറഞ്ഞതാണല്ലോ പ്രശ്നമായത്. അങ്ങനെയല്ല എന്ന് പിന്നീട് തിരുത്തി പറയേണ്ടി വന്നു. പിന്നീട് ഉണ്ടായതൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. അതിനുശേഷം മെഡിക്കൽ കോളേജുകളുടെ, സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി പരിശോധിക്കുന്ന സ്ഥിതി വരുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തകർന്നു വീഴാറായ കെട്ടിടങ്ങളുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം, താങ്കളുടെ സ്ഥലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, താങ്കൾക്കും അറിയാമല്ലോ, അവിടുത്തെ മെൻസ് ഹോസ്റ്റലടക്കം ഇപ്പോൾ ഇടിഞ്ഞ് വീഴാറായ ഒരു അവസ്ഥയിലാണ്. അതുമാത്രമല്ല, വിവിധ ജില്ലകളിലേക്ക് നോക്കിയതൊക്കെ സമാനമായ സാഹചര്യമുണ്ട്. ഇത് മുഴുവൻ ഇടത് സർക്കാരിൻ്റെ കുഴപ്പമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ 9 വർഷം കൊണ്ട് വല്ലാതെ മുന്നോട്ട് പോയി ഞങ്ങളാകെ നമ്പർ 1 ആയി എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല എന്നുള്ള അവസ്ഥ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വകാര്യ ലോബിയെ സഹായിക്കാനാണെന്ന് എങ്ങനെ പറയും?
പരിഹരിക്കാം എന്നൊരു വാചകമുണ്ടെങ്കിൽ ഈ തെരുവിലെ സമരം കാണുമായിരുന്നോ? പരിഹരിക്കാം എന്നൊരു വാചകം ഉണ്ടാകുമായിരുന്നെങ്കിൽ അല്ല സ്മൃതി, നമ്പർ 1 എന്ന് അവകാശപ്പെട്ടതോ ആ നമ്പർ 1 എന്ന് വിളിച്ചു പറഞ്ഞത് ഞങ്ങളല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഏജൻസിയാണ് കഴിഞ്ഞ 3 വർഷം അടുപ്പിച്ച് കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല ഇന്ത്യക്ക് മാതൃകയായ 1 നമ്പറാണെന്ന് പറഞ്ഞ അവരാണ്. രേഖ കാണിക്കാമോ? അങ്ങനെ ഒരു നമ്പർ 1 ഇല്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾ വക്രീകരിക്കുന്ന നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രോഗികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെയും ഏക സംസ്ഥാനവും കേരളമാണെന്നുള്ള രേഖ ഞാൻ അങ്ങോട്ട് അയച്ചുതരാം വാട്സാപ്പിൽ. ഇതാരെങ്കിലും നുണ പറയുന്നുണ്ട്? ഇത് കള്ളം പറഞ്ഞിട്ട് വിജയിക്കാൻ പറ്റും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത്? പറയൂ നിങ്ങൾ, അല്ലെങ്കിൽ നിഷേധിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളല്ലോ ശ്രീ രജി ലൂക്കോസ്. നോക്കൂ, നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഒരു കാര്യം അല്ലേ? അദ്ദേഹം പറയുന്നു, അവിടുത്തെ ഈ പറയുന്ന പാവപ്പെട്ട രോഗികൾ അവിടേക്ക് ചികിത്സയ്ക്ക് വരുമ്പോൾ അവരുടെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ പണം പിരിച്ച്, രോഗികളിൽ നിന്ന് തന്നെ പണം പിരിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ ചൂണ്ടിക്കാണിച്ചല്ലോ. എന്നിട്ട് ഹൈദരാബാദിൽ നിന്ന് വരുത്തിച്ചല്ലോ. അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുകയാണല്ലോ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് കാലങ്ങളായുള്ള സംഭവമാണ് എന്ന് പലരായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മളിതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞാൽ ഈ വിഷയം ഇങ്ങനെ വഷളാകുമായിരുന്നു. ഇതങ്ങനെയല്ല, തിരിച്ച് വെല്ലുവിളിക്കുകയാണ്. ഇത് ഗൂഢാലോചനയാണ്, മറ്റ് ലക്ഷ്യങ്ങളാണ്, ഈ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ രജി ലൂക്കോസ്? സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ജീവൻ രക്ഷിക്കപ്പെട്ട ഒരു മന്ത്രിയാണെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, ആദ്യം പറയട്ടെ, ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളെന്ന് പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഒരാൾക്കും കള്ളം പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് സാമൂഹ്യ മാധ്യമം കണ്ടവരല്ല പറഞ്ഞത്. നിങ്ങളുടെ മാധ്യമങ്ങൾ നിഷ്പക്ഷമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക്, സാധാരണക്കാരും പാവപ്പെട്ടമായ ജനങ്ങളുടെ അടുത്തേക്ക്, അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെയൊക്കെ അടുത്തേക്ക് നിങ്ങളിത് മൈക്ക് നീട്ടിക്കുക. അവർ പറയും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നു, ഞങ്ങളുടെ സമ്പാദ്യം നശിപ്പിക്കാതെ കൊണ്ട്, പോക്കറ്റ് നഷ്ടപ്പെടുത്താതെ കൊണ്ട്, ഞങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആതുരാലയങ്ങളാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് സംരക്ഷിക്കണമെന്ന് പറയാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അവർ വേറെ ആരുടെങ്കിലും ഏജന്റ് ആയിരിക്കും. ഒരു തർക്കമല്ല കരുതി. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അപകടം ഉണ്ടായ 1 മണിക്കൂറിൽ അവിടെ എത്തിയതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ അകലേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ? അവിടെ 3 പേരൊക്കെ പരിക്ക് പറ്റുള്ളൂ, വേറെ ആരും അവിടുത്തെ പെട്ടില്ല എന്നുള്ള പച്ചക്കള്ളമാണ്. അത് ഡോക്ടർ TK ജയകുമാർ എന്ന് പറയുന്ന മഹാനായ, ഞങ്ങൾ മഹാനെന്ന് വിളിക്കുക, എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഊണ് ഉറക്കമില്ലാതെ കണ്ട് 3-3.5 മണിക്കൂർ മാത്രം ഉറക്കമൊഴിച്ച് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ, ഏതാണ്ട് 3000-ഓളം ഓപ്പൺ ഹാർട്ട് സർജറി, അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഡോക്ടറെ വിശ്വസിച്ച് വരുന്ന ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ VN വാസവൻ എന്ന് പറയുന്ന ആൾ MLA ആയിരുന്നപ്പോഴും പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പോൾ മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ മെഡിക്കൽ കോളേജിന് നൽകുന്ന കരുതലും സേവനങ്ങളും നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോയിലിരുന്ന് വക്രീകരിച്ചാലൊന്നും ജനം മറക്കത്തില്ല. അതൊരു വസ്തുതാപരമായ കാര്യമാണ്. ആ ഡോക്ടർ TK ജയകുമാറിനെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വൈസ് പ്രസിഡന്റ്, നിങ്ങളുടെ ചാനലാണെന്ന് എനിക്ക് സംശയമുണ്ട്, ഇവൻ അവിടെ എന്തെടുക്കുമായിരുന്നാണ് ചോദിച്ചത്. അതൊന്നും കേരളത്തിലെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കോട്ടയംകാർ പൊറുക്കത്തില്ല, അറിയോ? ആ ഡോക്ടറെ ദൈവതുല്യാട്ടോ ഞങ്ങൾ കോട്ടയംകാർ കാണുന്നത്. കോട്ടയത്തല്ല, കേരളത്തിലെല്ലായിടത്തും. അദ്ദേഹത്തിന് ഏത് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തിയാലും അല്ലെങ്കിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്താൽ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് പോക്കറ്റിലേക്ക് വരും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ഏറ്റവും മഹാനുതുല്യനായ ഡോക്ടറെ അവൻ ഇവനെന്നൊക്കെ പിടിച്ച് ആക്ഷേപിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ മറുപടി പറയാം. അതിവിടെ സ്വകാര്യ കൊള്ളയടി സ്ഥാപനങ്ങളായ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ ആശുപത്രിയും ആക്ഷേപിക്കുന്നതല്ല, നിങ്ങളത് മറന്നുകൊണ്ടാണ് ഈ ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്നത്. ഞാൻ പോലും സർക്കാർ ആശുപത്രിയിലെ അഭയം പ്രാപിച്ച ഒരാളാണ്. എൻ്റെ കൈവിരലിനൊരു വിഷയം ഉണ്ടായപ്പോൾ അതിപ്പോ സജി ചെറിയാൻ പറഞ്ഞ ഒരു സത്യസന്ധമായ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികളെ കൊള്ള നിയന്ത്രിക്കാൻ ഇടത് സർക്കാർ വന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ശ്രീ രജി ലൂക്കോസ്? ഇത് ആവർത്തിച്ച് പറയുകയാണല്ലോ. എന്ത് തരം സഹായമാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഒന്ന് വിശദമാക്കേണ്ടതുണ്ട്. ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കൊണ്ടുവരണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ട് അതിന്മേൽ എന്തു ചെയ്തു? അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? ഈ വലിയ രീതിയിലുള്ള കൊള്ള നടക്കുമ്പോൾ അത് ഏകീകരിക്കാൻ, ചികിത്സയ്ക്കുള്ള തുക ഏകീകരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ? പിന്നെ എങ്ങനെ സഹായിക്കാനാണ് ഈ സമരം കൊണ്ട് ഈ പാവപ്പെട്ട രോഗികൾ, ജീവിക്കാൻ വഴിയില്ലാത്ത രോഗികൾ, ഇപ്പോൾ മരിച്ചുപോയ ബിന്ദുവിന്റെ കുടുംബത്തെ പോലുള്ളവർ എങ്ങനെയാണ് ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക? പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? അല്ല, ആ ലോജിക്കിന് പകൽ വെളിച്ചം പോലെയുള്ള ഒരു വസ്തുത പറയാം. ഒറ്റ സെന്റൻസ് പറഞ്ഞു തീർക്കാം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള
രോഗികളുടെ എണ്ണം നിങ്ങൾ എടുത്താൽ മതി. 2016 മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രികൾ, രോഗികൾക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റത്തില്ല, വൃത്തികരം, മരുന്നില്ല, ഡോക്ടേഴ്സ് ഇല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പലതും പൂട്ടിപ്പോയി. ആ 9 വർഷം കൊണ്ട് കേരളത്തിലെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിൽ അത് തന്നെയാണ് ഈ കൊള്ളയടിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ മറുപടി. ആ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്. അതിലേക്ക് തിരിച്ചു പോകാനായിട്ടാണോ നിങ്ങൾ അനുവദിക്കുന്നത്? അല്ലെ ഈ രീതിയിൽ നിങ്ങൾ വക്രീകരിച്ച് സംസാരിക്കുന്നത്? വീണ ജോർജ് എന്ന് പറഞ്ഞ മിനിസ്റ്ററെ അവർ സത്യപ്രതിജ്ഞ കാലം മുതൽ അവരെ ഏതെല്ലാം രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അവരെ ശൈലജ ടീച്ചറായിട്ട് ഉപമിക്കുന്നു. നിങ്ങൾ ഉപമിച്ചോളൂ. ശൈലജ എന്ന് പറയുന്ന ലോകത്തിന് മുമ്പിൽ ഒരു ലെജൻഡറി പദവി അലങ്കരിക്കുന്നതാണ് അവർ കോവിഡ് കാലത്ത് നൽകിയ സേവനങ്ങളെ കുറിച്ച്. ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 2019 കഥയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ മരിക്കാൻ പോയി, എന്നിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ടി വന്നു. ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്മൃതി അത് മനസ്സിലായി. സജി ചെറിയാൻ പറഞ്ഞ അത് ഒന്നാമതിനെ നിഷ്കളങ്കനായ വ്യക്തിയാണ് സജി ചെറിയാൻ. അദ്ദേഹം തുറന്നു സംസാരിക്കും മനുഷ്യന്റെ ഭാഷയിൽ. ഞാൻ സ്വകാര്യ മനുഷ്യന്റെ ഭാഷയിൽ ഒരു തവണ സംസാരിച്ചിട്ടാണ് മന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ഒരുപാട് തുറന്ന് സംസാരിച്ചിട്ടാണ്. അല്ല അത് കോടതി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയല്ലോ. കോടതി പറഞ്ഞില്ല, ക്ലീൻ ചിറ്റ് കൊടുത്തില്ല. പിന്നെ നിങ്ങളല്ലേ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നത്? സജി ചെറിയാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹത്തിന് നിയോജകമണ്ഡലത്തിലെ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. ഞങ്ങൾ ആരും സ്വകാര്യ ആതുര സേവന ആലയങ്ങളെ അടച്ചാക്ഷേപിക്കാറില്ല. പക്ഷേ ഇവിടെ കോടാനുകോടികൾ നിക്ഷേപം നടത്തിയിട്ട് രോഗികളെ കിട്ടാത്തൊരവസ്ഥയിൽ വരുമ്പോൾ അത് സർക്കാർ ആശുപത്രികളുടെ മേന്മ കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയാതെ കണ്ട് അവർക്ക് വേണ്ടിയിട്ട് തെരുവിൽ അഴിഞ്ഞാടുമ്പോൾ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യങ്ങൾ പറയട്ടെ. എങ്ങനെയാണ് അത് സ്ഥാപിക്കാൻ പറ്റുന്നത്? ഈ സമരം എന്നുള്ളത് എന്തിനാണ് യഥാർത്ഥത്തിൽ നടന്ന സമരം? എന്താണ് യഥാർത്ഥത്തിൽ സമരത്തിനുള്ള കാരണം? ഈ സമരത്തിനുള്ള കാരണങ്ങൾ പലതും മറച്ചു വെക്കാനായിട്ടാ. തങ്ങളുടെ കാലത്ത് കേരളത്തിലെ രോഗികളെ വഴിയാധാരമാക്കിയ ഒരു സർക്കാർ 2016 വരെ അതിന്റെ ജാള്യത മറയ്ക്കാനും മറ്റു ചില കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചിലരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കൊള്ളയടിച്ച പല ദുരന്തങ്ങളെയും പോക്കറ്റിലാക്കാൻ വേണ്ടി പിരിവ് നടത്തിയവരുടെ ജാള്യത മറയ്ക്കാനും കേരളത്തിലെ ജനങ്ങൾ സ്വകാര്യ നടന്ന ഒരു ദുരന്തത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത്. 6 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ആശുപത്രി കെട്ടിടം തകർന്നു വീണിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് പറയാമോ? അത് ഉപയോഗിക്കുന്ന 3 നില കെട്ടിടമാണല്ലോ. ഉപയോഗിക്കുന്ന 3 വാർഡുകൾ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണല്ലോ അടർന്നു വീണത്. അത് അടച്ചിട്ട ശുചിമുറിയാണ് എന്ന വാദം പൊളിഞ്ഞല്ലോ, അല്ലേ? എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. വാദങ്ങൾ പൊളിയുന്നു, കെട്ടിടം പൊളിയുന്നു. അതെ സ്മൃതി, ഒറ്റ മറുപടിയുണ്ട്. നിങ്ങളുടെ വാദങ്ങളാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പൊളിഞ്ഞടങ്ങുന്നത്. 2021 മുമ്പ് നിങ്ങൾ ഇതിലൊക്കെ എത്രയോ വലിയ വാർത്തകൾ ചമച്ചിരുന്നു, എത്രയോ ചർച്ചകൾ നടത്തിയിരുന്നു. നടക്കുന്ന സംഭവങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ 9 വർഷം മുൻപത്തെ സർക്കാരിന്റെ ഭരണം നോക്കൂ, അന്നത്തെ കെട്ടിടത്തിന്റെ പഴക്കം നോക്കൂ. 9 അല്ല, 2012 കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. 2012 അതിൽ ആ കെട്ടിടം മാറ്റാൻ പറഞ്ഞതാണ്, കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ് എന്ന്. എന്നിട്ട് 2025 ആയിട്ടും അത് മാറ്റിയിട്ടില്ലെങ്കിൽ അത് ആരുടെ പിഴവാണെന്ന് ചോദ്യം വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ജനം ആരോടാണ് ചോദിക്കുക? ഭരിക്കുന്നവരോടല്ലേ ചോദിക്കുക? ചോദ്യം ചോദിക്കുന്നവരോട് ജനം വീണ്ടും ഒരു ചോദ്യം ചോദിക്കുമോ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ചോദ്യം വരുന്നത്? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഇന്ന് ഇപ്പോൾ തെരുവിലാകെ സമരമായിരുന്നു, യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. എല്ലാ ജില്ലകളിലും പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, BJPയുടെ എല്ലാം പ്രതിഷേധം. എല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം, മന്ത്രി വീണ ജോർജ് രാജിവെക്കണം. യഥാർത്ഥത്തിൽ അതാണോ ഈ വിഷയം? വീണ ജോർജ് രാജിവെച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളെല്ലാം ഗംഭീരമാകുമോ? ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെല്ലാം ഗംഭീരമാകുമോ? ഇത് ഒരൊറ്റ വിഷയത്തിലൂന്നിക്കൊണ്ട് രാജിവെക്കുക എന്നതിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് അജണ്ടയാണ് എന്ന് സംശയിക്കപ്പെടില്ലേ? നോക്കൂ ശ്രീമതി സ്മൃതി, വീണ ജോർജ് രാജിവെക്കണമെന്ന് പറയുന്നത് അവർ ആരോഗ്യമന്ത്രി ആയതുകൊണ്ടാണല്ലോ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിന് ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, സംഭവങ്ങൾ. അത് ഇപ്പോഴത്തെ പേനായ്ക്കളുടെ അടക്കം കോഴിക്കോട്ട് മെഡിക്കൽ എല്ലാ ആശുപത്രി സംവിധാനങ്ങളിലും ഉണ്ടായ തകരാറിനെക്കുറിച്ച് അതിനുശേഷം ആശുപത്രിയിലത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇതിപ്പോൾ ആരുടെ കുറ്റമല്ല. ഒരു കെട്ടിടം തകർന്നു വീണു,
ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ മരിച്ചു, ചികിത്സയ്ക്ക് വന്ന മകളെയും കൊണ്ട് വന്ന വീട്ടമ്മയാണ് മരിച്ചത്. അത് സത്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ആ കെട്ടിടം ഇടിഞ്ഞു വീണു, അങ്ങനെ മരണം സംഭവിച്ചു, ഭാവിയിൽ ആവർത്തിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് അധികാരികളുടെ ഒരു ആ മഹാമനസ്കത കാണിക്കേണ്ടതിന് പകരം ഇവരെത്ര കള്ളമാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, CPM-ൻ്റെ ഒരു മുദ്രാവാക്യമാണ്, ഒരു ആശയമാണ് നുണ ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളത്. ഇത് നിലമ്പൂരിൽ അവർ തിരുത്തുന്ന വിചാരിച്ചേ, പക്ഷേ അവിടെയും തിരുത്തിയിട്ടില്ല, പഠിച്ചിട്ടില്ല, അവർ തിരുത്താനും പോകുന്നില്ല. ഇന്നിപ്പോൾ സജി ചെറിയാൻ്റെ ഒരു കാര്യം പറഞ്ഞു സ്മൃതി ഇപ്പോൾ കേൾപ്പിച്ചല്ലോ. ഇന്നത്തെ CPM-ൻ്റെ മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയൽ അവർ ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലേക്ക് വിദേശത്ത് നിന്നും ഓഹരികൾ മാറ്റിക്കൊണ്ട്, ഓഹരികൾ വാങ്ങിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയെ വളർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ ദിവസം തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിജയം കൈവരിച്ചതിനെക്കുറിച്ച് പറയുന്നത്, സുഖം പ്രാപിച്ചതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞെന്താ, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ പാർട്ടിയുടെ സിസ്റ്റവും തകരാറിലായി ശ്രീമതി സ്മൃതി. പാർട്ടി സിസ്റ്റം തകരാറിലാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഏകോപിതമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ഇപ്പം നോക്കൂ, മന്ത്രി വീണ വന്ന് ഉരുട്ടിയിട്ടതാണോ എന്നൊരു മന്ത്രി ചോദിക്കുകയാണ്, മന്ത്രി വാസവൻ. ഇന്ന് സജി ചെറിയാൻ പറയുകയാണ്, ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും അമൃതയിലേക്ക് പോയി. അതുപോലെ വേറെ ഇവരുടെ നേതാക്കൾ പറയുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്താൽ DYFI നേരിടും. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? നുണ പറഞ്ഞ് രക്ഷയില്ലാതായതുകൊണ്ടാണ്. സത്യം പറയാൻ ഒരു നിമിഷം മതി, നുണ ഉണ്ടാക്കിയെടുക്കാൻ 1000 ദിവസം വേണം. നേരെ മറിച്ച് ഇന്നിപ്പോൾ അവരുടെ വീണ ജോർജ് അവരുടെ വീട്ടിൽ പോയി ഇല്ലേ, കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോയത്? സ്റ്റേറ്റുകാർ ഉപയോഗിക്കാൻ ഭയമായില്ലേ അവർക്ക്? പോലീസുകാരുടെ അവരുടെ ഇൻഫർമേഷൻ, പോലീസുകാരുടെ ഞാൻ ഇന്ന വഴിക്ക് പോകുന്നെന്ന് പറയാൻ മടിയായില്ലേ? പോലീസിന് വിശ്വാസം ഇല്ലാണ്ടായോ? അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് ജനകീയ മന്ത്രിയെന്നും പൊതുജനങ്ങളുടെ മന്ത്രിയെന്നും പറയുന്ന ഒരു സംവിധാനത്തിലെ ഒരു ഭരണാധികാരിക്ക് ഒരു വീട്ടിൽ പോകണമെങ്കിൽ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരും അറിയാതെയൊക്കെ പോകണോ? അതാണോ ഈ ഭരണം കൊണ്ട് 9 വർഷത്തെ ഭരണം കൊണ്ടുണ്ടായ ഒരു നേട്ടം? അവിടെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഇവർ എതിർക്കുന്നത്? ചാണ്ടിയുമ്മൻ അന്ന് ആ വീട്ടിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ കാരണമാണോ വരാൻ മടിക്കുന്നത്? നിങ്ങൾ വന്നോളൂ. പക്ഷെ അവർക്ക് വരാൻ പറ്റുന്നില്ല. ഈ സംഭവം ഉണ്ടായ ദിവസം ചാണ്ടിയുമ്മൻ പറഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞത്, അവർ വരട്ടെ, മന്ത്രിമാർ വരട്ടെ. പക്ഷേ മുഖ്യമന്ത്രിയോട് ഉണ്ടായല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് സംവിധാനം ഉണ്ടല്ലോ. പോലീസ് പോയോ? എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? കാരണം അവർക്കറിയാം, കുറ്റബോധം അറിയാം. നേരെ മറിച്ച് ആ മന്ത്രിമാർ അവിടെ പറഞ്ഞു, ശരി തെറ്റുപറ്റി, അതിലാരും ഇല്ലെന്ന് പറഞ്ഞു. ഇവരിപ്പോൾ ഇവിടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്താ അറിയോ? ഡോക്ടർ ജയകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം, ശ്രീ റെജി ലൂക്കോസ് അത് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ 2ാമത്തേതാണെന്ന് തോന്നുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. ഒരു കുഴപ്പമില്ല, ഒരു കെട്ടിടം തകർന്ന് വീണുണ്ടായ സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർമാർ മിടുമിടുക്കന്മാരാണ്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെ കുറിച്ച് ആരും ഇതുവരെ ഒരു പഴിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതെ, ഇല്ല, പറഞ്ഞിട്ടില്ല. ഒരു നേതാവ് പറഞ്ഞില്ല. എല്ലാവരും ശ്ലാഘിക്കുകയും ചെയ്ത ഡോക്ടർ ജയകുമാറിനെ. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവർക്ക് രക്ഷപ്പെടാനായിട്ട്. ഇവർക്കിപ്പോൾ എന്താണ്, മുൻ മന്ത്രി G. സുധാകരൻ, CPM നേതാവല്ലേ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു 6 മാസം മുമ്പ് നമ്പർ വൺ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലാന്ന്. ഓർമ്മയുണ്ടോ? അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സംവിധാനം തകരാറിലായാൽ ആ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. പക്ഷേ അപ്പോഴേക്കും പാർട്ടി സംവിധാനവും തകരാറിലായ ബുദ്ധിമുട്ടാണ്. മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ചെല്ലേണ്ടതായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹത്തിന് അത് കോട്ടയത്തുണ്ടായിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചെന്നു പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി എന്നാണല്ലോ. അതാ പറഞ്ഞത്. അത് ദാ വന്നു ദേ പോയി എന്നല്ലേ എല്ലാ പത്രങ്ങളും കൊടുത്തത്. അപ്പോൾ പത്രങ്ങൾ ഇവർക്കിപ്പോൾ എന്താ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് അന്നത്തെ കളക്ടർ എന്താ പറഞ്ഞതെന്നറിയാമോ? മീറ്റിംഗ് ആയിരുന്നു. മുഖ്യമന്ത്രി എന്താ പറയേണ്ടത്? കളക്ടർ നിങ്ങൾ അങ്ങോട്ട് പോകൂ, നിങ്ങൾ ദുരിതാശ്വാസ ഇതിൻ്റെ ചെയർമാനാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയർമാനാണ്, നിങ്ങൾ അങ്ങോട്ട് പോകൂ എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്? അത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ചികിത്സാർത്ഥം പോയതൊക്കെ പെട്ടെന്ന് നമ്മളതിലേക്കൊന്നും നമ്മൾ തർക്കത്തിലൊന്നും പോകുന്നില്ല. കാരണം പൊതുജനാരോഗ്യ മേഖലയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ജനം പേടിക്കും. ഇതിപ്പോൾ CPM ഭയന്നിരിക്കുകയാണ്, മന്ത്രിസഭ ഭയന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വേവലാതി കൊണ്ട് അക്ഷരത്തെറ്റുകളും അതുപോലെ പലതും പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സജി ചെറിയാൻ വിചാരിച്ചിട്ടുണ്ടാകാം അദ്ദേഹം UDF ഭരണകാലത്താണ് പോയതെന്ന് ഒരുപക്ഷെ ധരിച്ച് കാണാം, എനിക്കറിയില്ല. എന്തായാലും ആ ഒരു വേവലാതി കൊണ്ട് പല തെറ്റുകളും സംഭവിക്കാം. നാളെ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു പ്രസ്താവന നിങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ പൊതുജനാരോഗ്യ രംഗം തകരാറിലായ ജനങ്ങൾ പ്രതികരിക്കും.
കാരണം ജനങ്ങൾ പ്രതികരിക്കുന്ന വെച്ചാൽ ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പം രോഗികൾ കൂടുന്നു എന്ന് ചെല്ലു പറയുന്നുണ്ട്. രോഗികൾ കൂടുന്നത് ആരോഗ്യ സംവിധാനത്തിൻ്റെ മെച്ചം കൊണ്ടാണോ? രോഗികൾ കൂടുന്നുണ്ടെങ്കിൽ ആരോഗ്യ സംവിധാനം മോശമാണ്. പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളെ മാത്രമല്ല, മെച്ചപ്പെട്ട ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല ഡോക്ടർമാരുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേ പോവുകയുള്ളൂ. സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന എന്ന് വെച്ചാൽ ഈ CPM തന്നെയാണ് മുമ്പ് ഭയം ഉണ്ടാക്കിയിട്ടത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത്. ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് അത് വന്നപ്പോൾ അവർ പെട്ടുപോയി. ഇവിടെ വീണ ജോർജ് രാജിവെക്കണം എന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ ഈ നാട്ടിലെ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ വീണ ജോർജ് എന്ന വ്യക്തി രാജിവെക്കുക എന്നുള്ളതല്ല, ആ സംവിധാനം. അതായത് വീണ ജോർജിനെ നാളെ വേറെ വകുപ്പിലേക്ക് മാറ്റട്ടെന്നേ, സാംസ്കാരിക വകുപ്പിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് അവരൊന്ന് വീണ ജോർജിനോട് അസൂയയും കുശുമ്പും പത്രലേഖകർക്ക് എന്തിനാണത്? എന്ത് അസൂയ, എന്ത് കുശുമ്പ്? അതൊക്കെ പറയുന്നതിന് ഒരു മാന്യത കാണിക്കണ്ടേ? ഒരു ആരോഗ്യമന്ത്രിക്കെതിരെയാണ്, അല്ലാണ്ട് ആ ഒരു വ്യക്തിക്കെതിരെ അല്ലല്ലോ. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, വീണ ജോർജിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയാൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെ ശരിപ്പെടുത്തും. DYFIക്കാർ പോലീസ് സംവിധാനത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവർക്ക് ഇനി അതിന് കഴിയും. മുമ്പിൽ പോലീസ്, പിന്നിൽ DYFI. അത് അവർക്ക് ഇനിയും കഴിയും. ഭരണമുള്ള 6 മാസവും അവർക്ക് കഴിഞ്ഞെന്നിരിക്കും, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇത് പറയുന്ന DYFI ഒരു കാര്യം ആലോചിക്കണം. ഈ സംവിധാനത്തിൽ അവർ ഉൾപ്പെടുന്നുണ്ട്. അവർ പൊതിച്ചോറ് കൊടുക്കുന്നത് ഈ മെഡിക്കൽ കോളേജുകളിലാണ്. ആ മെഡിക്കൽ കോളേജിൽ ഒന്നിൻ്റെ കെട്ടിടമാണ് തകർന്നു വീണത്. അവിടെ ഒരു വീട്ടമ്മയാണ് മരിച്ചത്. ഇന്ന് ആ വീട്ടമ്മയുടെ കുഞ്ഞിനെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആ കാര്യം ചിത്രീകരിച്ച് ചാനലുകൾ കാണിച്ചു. നോക്കൂ, ശ്രീമതി സ്മൃതി, അമ്മ പോയി. ആ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന അമ്മ 4 ദിവസം മുമ്പ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചു. എന്നിട്ട് ഇന്ന് പാർട്ടി പത്രത്തിൽ എഴുതിയിരിക്കുക വീണ ജോർജ് രാജിവെക്കേണ്ടെന്ന് ആ കുട്ടിയുടെ അച്ഛൻ വിസൂദൻ പറഞ്ഞു എന്ന്. അദ്ദേഹത്തിന് എന്തിനാ വീണ ജോർജ് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാ? വീണ ജോർജ് രാജിവെച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടുമോ? ആ മക്കൾക്ക് അമ്മയെ തിരിച്ചു കിട്ടുമോ? ആ മകന് ശമ്പളം കൊണ്ട് കൊടുക്കാൻ പോയ മകൻ്റെ ദുഃഖം മാറുമോ? ആ നാട്ടുകാരുടെ ദുഃഖം മാറുമോ? അപ്പോൾ അവർ അതുകൂടി വാർത്തയാക്കാണ്, ബോക്സ് വാർത്തയാ. വീണ ജോർജ് രാജിവെക്കേണ്ടെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനെ രാജിവെക്കാൻ പറയുമോ? ആരെങ്കിലും പറയുമോ? പറയുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ നേതൃത്വമാണ് തിരുത്തേണ്ടത്. അവർ തിരുത്തണം. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രസ്താവന CPMൻ്റെ മുഖപത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നമാണ്. ഞാൻ വരാം. ഇനി ശങ്കുട്ടിദാസിലേക്കും ശ്രീ S. സജീവനിലേക്കും എത്തേണ്ടതുണ്ട്. ഇടവേള. ശങ്കുട്ടിദാസ്, ഇന്ന് നിങ്ങളും തെരുവിലായിരുന്നു. ഈ സമര പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം അതിന് തൊട്ടു പിന്നാലെ വന്ന പ്രതികരണമാണ് മന്ത്രി സജി ചെറിയാൻ്റേത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സത്യാവസ്ഥ വിളിച്ചു പറയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണല്ലോ പറഞ്ഞത്. പക്ഷേ ഈ സന്ദർഭത്തിൽ CPMലെ ഒരു മന്ത്രി വീണ ജോർജിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നു എന്ന് പറയുന്നതിൽ ഒരു കൗതുകമുണ്ട്. തുടർച്ചയായിട്ട് 2ാമത്തെ മുതിർന്ന CPM നേതാവാണ് ഈ കാര്യത്തിൽ വീണ ജോർജിനെതിരായിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിക്കാവുന്ന പരാമർശങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ശ്രീ തോമസ് ഐസക് നടത്തിയതും സമാനമായിട്ടുള്ള ഒരു വിമർശന സ്വഭാവത്തിലുള്ള പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ ബാരിക്കേഡ് ചെയ്തിട്ട് ആ കെട്ടിടത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാതിരിക്കേണ്ടതായിരുന്നു, പഴക്കമുള്ള കെട്ടിടമാണെങ്കിൽ നേരത്തെ പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു, ആ കെട്ടിടം ഇപ്പോഴും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ അവിടെ നിലനിർത്തിയത് വീഴ്ച തന്നെയാണ്, ആ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവണമെന്ന് കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്ന മുതിർന്ന നേതാവായിട്ടുള്ള തോമസ് ഐസക് പറയുന്നു. ഇന്നത്തെ ദിവസം ശ്രീ സജി ചെറിയാൻ പറയുന്നു 2019 ഈ പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടില്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കൊണ്ട് ഞാൻ മരിക്കേണ്ട അവസ്ഥയിൽ എത്തിയതാണ്, ഭാഗ്യവശാലൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിയത് കൊണ്ടാണ് എന്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്. എനിക്ക് തോന്നുന്നു ഇതൊരു ഡോഗ് വിസിലാണ്. യഥാർത്ഥത്തിൽ CPMന്റെ ഈ പൊതുജനാരോഗ്യ മേഖലയോടുള്ള നയം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ചില സന്ദർഭങ്ങളിലൂടെ വിശദീകരിക്കപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്ന തകർച്ചയെ പറ്റി സ്ഥിരമായി വിമർശനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മുഴുവൻ, ഇപ്പൊ കഴിഞ്ഞ ഈ മാസത്തിൽ തന്നെ വലിയ 3 വിമർശനങ്ങൾ ഉണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ CPU മുറിയിൽ നിന്ന് തീയും പുകയും ഉയർന്ന സംഭവം ഉണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ശസ്ത്രക്രിയ സമയബന്ധിതമായി നടത്താൻ കഴിയാത്തതിനെ പറ്റിയിട്ട് അവിടുത്തെ ഡോക്ടർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പലതരത്തിലുള്ള പോരായ്മകളും പ്രശ്നങ്ങളും പൊന്തി വരുന്ന സമയത്ത് ഇതിനെല്ലാം ന്യായീകരിക്കാനും സർക്കാരിനെ പ്രതിരോധിക്കാനുമായി ഇടതുപക്ഷത്തു നിന്ന് അണികൾ വരുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് നീതി ആയോഗിന്റെ കണക്ക്, സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള ചില പുരസ്കാരങ്ങളുടെ പട്ടിക, സംസ്ഥാനത്തിലുള്ള ഈ പറയുന്ന ആരോഗ്യ മേഖലയിലെ ഇൻഡെക്സുകളുടെ വലിപ്പം തുടങ്ങിയിട്ടുള്ള സംഗതികളെല്ലാം. ഇതെല്ലാം ഏട്ടിലെ
പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ കണക്കിലുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് തരം ആരോഗ്യ മേഖല കേരളത്തിലുണ്ട്. ഒന്ന് ഈ കണക്കിലെ ആരോഗ്യ മേഖല, അത് പുരസ്കാരം കിട്ടുന്ന ആരോഗ്യ മേഖലയാണ്. ഒന്ന് അനുഭവത്തിലെ ആരോഗ്യ മേഖല, അവിടെയാണ് മനുഷ്യന്മാർ ചികിത്സയ്ക്ക് പോകുന്നത്. ആ സ്ഥലത്ത് ഇതൊന്നും അല്ല ആളുകളുടെ നേരിട്ടുള്ള അനുഭവം എന്നുള്ളതാണ്. അപ്പോഴും ഈ കണക്ക് വെച്ചിട്ട് എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ലളിതമായിട്ടുള്ള ഉത്തരം, കേരളം ആരോഗ്യ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള ഈ വലിയ കുതിപ്പിന്റെ, വലിയ മുന്നേറ്റത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി സ്വകാര്യ ആരോഗ്യ മേഖലയാണ്. സ്വകാര്യ ആരോഗ്യ മേഖലയുടെ വിജയത്തിന്റെ അവകാശത്തിലേക്ക് ഇവർ തീരെ തിരിഞ്ഞു നോക്കാതെ വളരെ മോശമായി കിടക്കുന്ന പൊതുജനാരോഗ്യ മേഖലയെ കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതങ്ങോട്ട് പൊതുവാക്കി വിശദീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 1980-കൾക്ക് ശേഷം എനിക്ക് പിന്നിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്? എനിക്കൊരു മർമറിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ പാനലിലുള്ള ആരെങ്കിലും ആണോ? അത് കഴിഞ്ഞു, ഫോണിൽ സംസാരിച്ചതാണ്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ശരി, 1980-കൾ മുതൽ കേരളത്തിന്റെ ഈ പറയുന്ന ഒരു നയം, ആരോഗ്യ നയം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി പറയുന്ന ഒരു കാര്യം, ഒരു സംസ്ഥാനം അവരുടെ സ്റ്റേറ്റ് GDP-യുടെ 2.5% ചുരുങ്ങിയത് ആരോഗ്യ മേഖലയ്ക്ക്, പൊതുജനാരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കണം എന്നാണ്. അതേപോലെ തന്നെ മൊത്തം ബജറ്ററി അലോക്കേഷന്റെ, ഒരു വർഷത്തെ ബജറ്റിന്റെ മൊത്തം അലോക്കേഷന്റെ ഏറ്റവും ചുരുങ്ങിയത് 8.1% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കണം എന്നുള്ളതാണ്. കേരള സംസ്ഥാനം ഒരിക്കലും ഇത് ചെയ്യാറില്ല. താരതമ്യേന നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് പൈസ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കുന്നത് നമ്മളാണ്. ഈ വർഷത്തെ ബജറ്റിൽ നമ്മൾ 4.7% മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത്. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 6.3% ആണ്, 6.3%. ഇത് ഇങ്ങനെയായി? 1983-84 കാലഘട്ടത്തിലെ നമ്മൾ ബജറ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം ബജറ്ററി അലോക്കേഷന്റെ 12% ആരോഗ്യ മേഖലയിലേക്ക് ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു നയവ്യതിയാനമുണ്ട്. സ്വകാര്യ ആരോഗ്യ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും പൊതുജനാരോഗ്യ മേഖലയെ അവഗണിച്ചുകൊണ്ട് തകർത്ത് കളയുകയും ചെയ്യാന്ന് പറയുന്നതാണ്. കാരണം സ്വകാര്യ ആരോഗ്യ മേഖല ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ പറയുന്ന ലിബറലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം വല്ലാതെ ലാഭം കൊയ്യുന്ന ഒരു മേഖലയായി മാറുന്നുണ്ട്. മെഡിക്കൽ ടൂറിസം ഇനത്തിൽ ഓരോ മാസവും 30 മുതൽ 40 കോടി രൂപ വരെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് ഈ സ്വകാര്യ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്വകാര്യ ആരോഗ്യ മേഖല ഇപ്പുറത്തെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, അവരെ വെല്ലുവിളിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ കാര്യത്തെ അവിടെ അവഗണിച്ചുകൊണ്ട് അവർക്ക് ത്രൈവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കൂ, 2005-2006 ആയപ്പോഴേക്കും നമ്മൾ പൊതുജനാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് ബജറ്റിന്റെ എത്ര ശതമാനമായി? 12% നിന്ന് 6%. 2015 ആയപ്പോഴേക്കും അത് 5%. ഇതാ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ അത് 5% താഴേക്ക് വന്നിരിക്കുന്നു, 4.7% ആയിരിക്കുന്നു. ഇത് ബജറ്ററി അലോക്കേഷന്റെ മാത്രം കാര്യത്തിലല്ല, മൊത്തം പൊതുജനാരോഗ്യ മേഖലയോടുള്ള പൊതുവായിട്ടുള്ള നയത്തിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യ ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിടങ്ങളുടെ ശോചനീയ അവസ്ഥ. ഇതാ 13 കൊല്ലമായിട്ട് പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കെട്ടിടം ഇപ്പോഴും പൊളിച്ചു നീക്കിയിട്ടില്ല എന്ന് പറയുന്നു. 100 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, ഡോക്ടർമാരുടെ മാൻ പവറിന്റെ കാര്യത്തിൽ നോക്കൂ, ഏറ്റവും അവസാനം എടുത്തിട്ടുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 1160 ഡോക്ടർമാരുടെ കുറവുണ്ട്, ഏതാണ്ട് 954 നഴ്സുമാരുടെ കുറവുണ്ട്, 750ഓളം ഈ പാരാമെഡിക് സ്റ്റാഫുകളുടെ കുറവുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ 1:4000 അംഗീകൃതമായിട്ടുള്ള കണക്ക്. അതായത് 4000 പേഷ്യന്റിന് ഒരു ഡോക്ടർ എന്നതാണ് സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ട കണക്കെങ്കിൽ കേരളത്തിലെ ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് പരിതാപകരമാണ്. മലപ്പുറം ജില്ലയിൽ 7500 പേഷ്യന്റിനാണ് ഒരു ഡോക്ടർ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ 7250 പേഷ്യന്റിനാണ് ഒരു ഡോക്ടർ ഉള്ളത്. തിരുവനന്തപുരത്ത് പോലും 5500 ആൾക്കേ ഒരു ഡോക്ടർ ഉള്ളൂ. ഗവൺമെന്റ് ഡോക്ടർമാർ തന്നെ അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നു. ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ശിശു മരണ നിരക്ക് കുറവ് എന്നതിൽ ഒക്കെ തന്നെ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മുന്നിലാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ പൊതുജനാരോഗ്യത്തിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയുടെ കൂടി സംഭാവനയായിട്ട് വിലയിരുത്തേണ്ടി വരും എന്നല്ലേ താങ്കൾ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം? ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് കേരളത്തിൽ അധികമാണ്. അതായത് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നവരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ്. അതുകൂടി ചേർത്തിട്ടുള്ള കണക്കാണ് അല്ലേ? ശ്രീമതി
അതെ ശ്രീമതി സ്മൃതി, അത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുതരാം. അതായത് നമ്മുടെ മൊത്തം ചികിത്സാ മേഖല നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആംബുലേറ്ററി കെയറിന്റെ 80% കൈകാര്യം ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. പബ്ലിക് സെക്ടർ അല്ല. ആംബുലേറ്ററി കെയറിന്റെ ഇൻപേഷ്യന്റ് കെയറിന്റെ 60% കൈകാര്യം ചെയ്ത് പ്രൈവറ്റ് സെക്ടറാണ്, പബ്ലിക് സെക്ടർ അല്ല. 40% താഴെ ആളുകൾ മാത്രമേ നിവർത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ പബ്ലിക് സെക്ടറിനെ, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മൊത്തം ഒരു വ്യക്തിയുടെ മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന്റെ 65% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആണ്, അയാളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എടുത്താൽ, ഓരോ വ്യക്തിയുടെയും പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എടുത്താൽ 7899 കേരളത്തിൽ. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതലാണ്. അതായത് ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ചികിത്സിക്കാൻ, സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. മറ്റ് സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ബീഹാറിലാണെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കേവലം 750 രൂപ മാത്രമാണ്. അവിടെയാണ് ഇവിടെ 7899 ആലോചിക്കണം. മെഡിസിനൽ ഷോർട്ടേജിന്റെ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 2014 മുതൽ 2025 വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ആവശ്യ മരുന്നുകളുടെ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട മെഡിസിൻ ഷോർട്ടേജിന്റെ 62,000 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 4 വർഷത്തിൽ കൂടുതലായിട്ട് ഒരേ മരുന്നില്ലാത്ത കേസുകൾ 4500 മുകളിലാണ്. 100 ദിവസമായിട്ടും മരുന്നില്ലാത്ത കേസുകൾ 21,000-ലധികമാണ്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ ഓർഡറുകളും 81% മെഡിസിനൽ ഓർഡറുകൾ ഡിലേഡ് ആണ്. ആവശ്യ സമയത്ത് കൊടുക്കാതെ വൈകിപ്പിച്ച് കൊടുക്കുകയും ആ മരുന്ന് വന്നാൽ പോലും അത് ആളുകൾക്ക് ഉപകാരത്തിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന മട്ടിലാണ്. അപ്പൊ ഇത് പ്രൈവറ്റ് സെക്ടർ നേടിയിട്ടുള്ള വലിയൊരു കുതിപ്പിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പൊതുജനാരോഗ്യ മേഖലയെ സമ്പൂർണ്ണമായി തമസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്ത് അതിനെ തകർത്തിട്ട് ഇപ്പൊ ആളുകൾക്ക് കൃത്യ മെസ്സേജ് എന്താ കൊടുക്കുന്നത്? ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുന്നു, മുഖ്യമന്ത്രി നേരെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്. ആളുകൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? പറയും കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉന്നത നിലവാരമാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സയാണ്. പക്ഷെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരെ സ്വകാര്യ ആശുപത്രികളെയും വിദേശ ആശുപത്രികളെയും ആശ്രയിക്കുന്നു. സജി ചെറിയാൻ പറയുന്നത് എന്താണ്? മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചുകൊണ്ട് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രി പോയതുകൊണ്ടാണ്. അപ്പൊ കണക്കിലെ കാര്യം അവിടെ നിൽക്കട്ടെ. ആളുകൾക്ക് കൊടുക്കുന്ന സബ്റ്റിൽ മെസ്സേജ് ഡോക്ടേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ മേഖലയെ നമ്പി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജീവൻ വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിക്ക് പോയിക്കൊള്ളുന്നതാണ്. ശരി, ജനസംഖ്യയിൽ കൂടുതൽ പേരും ചികിത്സയ്ക്ക് സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് റിപ്പോർട്ടിലെ ഒരു വിവരമാണ്. അതാണ് ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീ എ സജീവൻ, ഇന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ചയിൽ തുടക്കത്തിൽ പറയുന്ന കാര്യം. മന്ത്രി സജി ചെറിയാൻ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. പിന്നീട് അദ്ദേഹം വിശദീകരിച്ച അവസാനത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നാണ്. രണ്ടും കൂടി ചേർന്ന് പോകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഈ പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടുമ്പോൾ അദ്ദേഹത്തിന് മരിക്കുന്ന അവസ്ഥ വരികയും അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഒരു വശത്ത് പറയുക, പിന്നീട് ഈ സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തുക എന്ന് പറയുക. രണ്ടും കൂടി ചേർന്ന് പോകുന്നില്ലല്ലോ. പൂച്ച അത്ര വലിയ ബുദ്ധിജീവിയൊന്നും അല്ലല്ലോ. എന്നാലും നമ്മൾ പറയും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു. സജി ചെറിയാൻ ആദ്യമായിട്ടല്ല ഇത്തരം കാര്യം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യമായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയിട്ട് മരിച്ചു പോകുന്നൊരവസ്ഥയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇങ്ങനെ പറയാൻ സജി ചെറിയാനോട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മാധ്യമപ്രവർത്തകർ ചോദിച്ചോ, നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടല്ലേ രക്ഷപ്പെട്ടത് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം പറയേണ്ടത് തനിക്ക് തൻ്റെ കാലിൽ വീഴുന്ന മഴുവാണോ, തൻ്റെ പാർട്ടിയുടെ കാലിൽ വീഴുന്ന മഴുവാണോ, അല്ലെങ്കിൽ തൻ്റെ സർക്കാരിൻ്റെ കാലിൽ വീഴുന്ന മഴുവാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പറയാൻ ഒരിക്കൽ അബദ്ധം പറ്റിയിട്ടുള്ള സജി ചെറിയാന് ഇപ്പോഴെങ്കിലും തോന്നേണ്ടതല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. സ്വകാര്യ മേഖലയുടെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സ്വകാര്യ മേഖല സർക്കാർ ആശുപത്രികളേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ളതാണ്, അവിടെ മെച്ചപ്പെട്ട സേവനം കിട്ടുന്നുണ്ട്, അതൊന്നുള്ള കാര്യം സംശയം. പക്ഷേ പൈസ കൊടുക്കണം. നല്ല കാശുള്ളവന് മാത്രം അവിടെ പോയാൽ രക്ഷപ്പെടും. ഇപ്പോൾ 10,000-ങ്ങളും 1,000-ങ്ങളും 10,000-ങ്ങളും അല്ല, ലക്ഷങ്ങളാണ് ഒരു തവണ പോയി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ കാശ് കൊടുക്കാനുള്ള ആളുകൾ പോകുന്നതിൽ തെറ്റുമില്ല. പണ്ടൊക്കെ മെഡിക്കൽ കോളേജുകളിലേക്ക് ആണ് ഈ സ്വകാര്യ ആശുപത്രികളിലും മറ്റുള്ള ചെറിയ ആശുപത്രികളിലൊക്കെ ഉള്ള രോഗികൾ അവരൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ആംബുലൻസ് കരഞ്ഞുകൊണ്ട് പോകുന്നത് മെഡിക്കൽ കോളേജിലേക്കായിരിക്കും. നമ്മൾ തിരിച്ച്
ഇതേ കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് ഈ സൈറൻ മുഴക്കിക്കൊണ്ട് പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അപ്പം തന്നെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മളെ കെ കരുണാകരൻ മുതൽ ഇപ്പോൾ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ വിദേശത്ത് പോയി ചികിത്സയ്ക്ക് പോകുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ ആശുപത്രികളിൽ എന്തെല്ലാമോ സൗകര്യക്കുറവ് ഉണ്ട്. ആ സൗകര്യക്കുറവുള്ളത് കൊണ്ടുകൂടിയാണല്ലോ അവർ സ്വകാര്യ ആശുപത്രിയിൽ പോലും ഈ വിദേശത്തുള്ള അത്ര സൗകര്യം അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ട സാമഗ്രികളോ എന്തെങ്കിലും കാര്യം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ പറയേണ്ടതും കാണേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്തൊക്കെ കാര്യത്തിൽ കടലാസിൽ നമ്മൾ മുമ്പിലാണെന്നുള്ളതെല്ലാം, ആ UDF ആണെങ്കിലും LDF ആണെങ്കിലും നമ്മളുടെ വീഴ്ചകൾ എന്തെല്ലാമാണ്, നമുക്ക് എവിടെയൊക്കെ പരാജയം സംഭവിക്കുന്നുണ്ട്, അത് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഇനി വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാവരും ശത്രുപക്ഷത്താവുന്ന എങ്ങനെയാണ് ശ്രീ എ സജീവൻ? സാധാരണഗതിയിൽ പ്രതിപക്ഷത്തെ ഭരണപക്ഷം വിമർശിക്കും, പ്രതിപക്ഷം പറയുന്നതിനെ ആ രീതിയിൽ തിരിച്ച് പ്രത്യാക്രമണം നടത്തും, അത് കുഴപ്പമില്ല. പക്ഷേ മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത വിധത്തിൽ അതിനെ വേറെ രൂപത്തിലാക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉന്നയിക്കുമ്പോൾ അതിനെ വേറെ രൂപത്തിലാക്കുകയാണ്. വീണ ജോർജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അത് ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഏത് രീതിയിലാണ് അതിന് മറുപടികൾ വരുന്നതെന്ന് കണ്ടല്ലോ. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് അറിയാം, പ്രതിപക്ഷത്തിന് അവരിപ്പോൾ ഈ കോട്ടയത്തുണ്ടായുള്ള ദുരന്തത്തിൻ്റെ പേരിൽ ആ കുടുംബത്തോടുള്ള വലിയ അകമഴിഞ്ഞിട്ടുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല അവർ ഈ സമരരംഗത്ത് ഉള്ളത്. UDF ആണെങ്കിലും BJP ആണെങ്കിലും അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള മൈലേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും അതവർ ഇപ്പോൾ അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ചെയ്യും. പക്ഷെ മാധ്യമങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നമെന്ന് പറയുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ, അത് കാണുമ്പോഴേക്കും മാധ്യമങ്ങൾ നെഗറ്റീവാണ് എന്ന് ചിന്തിക്കുന്ന രീതിയുണ്ടല്ലോ, അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരിക്കൽ പോലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. സാധാരണ ഞാൻ പലപ്പോഴും ഈ അപകട വാർത്തയുണ്ടാകുന്ന ദിവസം നമ്മൾ നേട്ടങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് അവർ അവതരിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ട് പറയുന്നില്ല? ഇതുവരെ ഉണ്ടാക്കിയ 9 വർഷത്തെ നേട്ടം, നമ്പർ 1 ആക്കിയ നേട്ടം എന്തുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. നേട്ടം പറയേണ്ട സ്തുതിപാഠകന്മാരുടെ ചുമതലയാണ്. സ്തുതിപാഠകന്മാരാണല്ലോ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖെന്ന് പറയാം. അതല്ലാത്ത കാര്യം ആണ് പറയേണ്ടത്. കാരണം ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ, രാജാവ് നഗ്നനായി തോന്നുന്നുണ്ടെങ്കിൽ ആ രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ആ കുട്ടിയുടെ ആർജവമുണ്ടല്ലോ, അതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇപ്പം നമ്മൾ ഈ കോട്ടയത്തെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് ദുരന്തമുണ്ടായതിന് ശേഷം ഈ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ പല മെഡിക്കൽ കോളേജുകളിലും പല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും ജില്ലാ ആശുപത്രികളുടെ അവസ്ഥ വരുന്നുണ്ട്. ആ അവസ്ഥ വരുമ്പോൾ അത് കണ്ടിട്ടില്ല എന്നടിക്കുകയല്ലേ വേണ്ടത്, അതിന് പരിഹാരം ഉണ്ടാക്കണം. അതാണ് പ്രശ്നം. ഇപ്പം മന്ത്രി രാജിവെച്ചുകൊണ്ട് നേരത്തെ താങ്കൾ തന്നെ ശ്രീകുമാറിനോട് ചോദിച്ചല്ലേ, മന്ത്രി രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരുമോ? അതില്ല. വീണ ജോർജ് കുറ്റക്കാരിയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. അതിനെന്തെല്ലാം വേണം? അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് പ്രതിപക്ഷം പറയുന്നവർ അവഗണിക്കുക. കാരണം അവരുടെ സമരങ്ങളും സമരാഭാസങ്ങളും എന്നുള്ളൊക്കെ രീതിയിൽ കാണാം. പക്ഷേ മാധ്യമങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഇതാ പ്രശ്നമുണ്ട്, നിങ്ങൾ കണ്ടില്ലെങ്കിൽ. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാൻ 2013 മുതൽ തന്നെ അൺഫിറ്റാണ് എന്ന് കാണിച്ച കെട്ടിടം അത് ഇടിഞ്ഞു വീഴുന്നവരെ മാധ്യമങ്ങൾ ഒരുപക്ഷെ നേരത്തെ വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഇതെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. പക്ഷേ ഇടിഞ്ഞു വീണതിന് ശേഷം ഇതേപോലെ കെട്ടിടങ്ങൾ വേറെയുണ്ട്, അത് പരിഹരിക്കേണ്ടതാണ് എന്ന രീതിയിൽ പറയുമ്പോൾ ഉടനെ തന്നെ ദോഷൈക ദൃക്കുകളാണ് എന്ന് ചിന്തിക്കുന്ന തെറ്റായ കാര്യം. അത് ഏത് സർക്കാരായാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്, ഏത് പാർട്ടി ആയാലും ഏത് മുന്നണി ആയാലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾ നാളെ വേറെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ വേറെ ഏതെങ്കിലും ജില്ലാ ആശുപത്രിയിലോ വേറെ ഏതെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ ഇതേപോലെ കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് അവിടെ മരണമുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല നിർവഹിക്കാത്ത മാധ്യമങ്ങൾ നമ്മൾ കുറ്റം പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങൾക്കെതിരാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. നേരത്തെ എനിക്ക് അറിയാവുന്ന വളരെ ബന്ധമുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ പലപ്പോഴും പേര് പറഞ്ഞുള്ളതാണ്, VM സുധീരൻ. അദ്ദേഹം ഓരോ സമയത്തും ഓരോ ജില്ലയിലും ആ റിവ്യൂ മീറ്റിംഗ് വെക്കുകയായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ശ്രീകുമാറിനൊക്കെ അറിയാം, ആ സമയത്ത് അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകളോട് അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ, മാധ്യമപ്രവർത്തകരോട് പ്രശ്നങ്ങളൊക്കെ ചോദിക്കുക, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നം,
ഇങ്ങനെ കുറേ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം വന്ന് റിവ്യൂ നടത്തുക. റിവ്യൂ നടത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാത്രം വെച്ചിട്ടല്ല ചെയ്യാറുള്ളത്. അദ്ദേഹം ഈ മീഡിയ പ്രവർത്തകരെ വിളിച്ചു വരുത്താറുണ്ട്, ഈ പ്രതിപക്ഷത്തിലെ ആളുകളെ വിളിച്ചു വരും, എന്നിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമായിരുന്നു. അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഈ മന്ത്രിമാരെ കല്ലിടാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അതിന് പകരം 14 ജില്ലകളിൽ ഈ റിവ്യൂ മീറ്റിംഗ് ഒരു മാസത്തിൽ ഒരു തവണ ഈ റിവ്യൂ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നിരുന്നെങ്കിൽ അവിടെ HDSൻ്റെ ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ, ഇത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിന് പരിഹരിക്കാം. കെട്ടിടം പൊളിക്കാൻ എത്ര മുമ്പ് പറ്റുമായിരുന്നു? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ചിരുന്നെങ്കിൽ അവിടെ ആശുപത്രി അധികാരികൾ പറഞ്ഞില്ല വയ്ക്കുക. HDSൽ എല്ലാവരും പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അംഗങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്കത് ഉന്നയിക്കാം, അല്ല നാട്ടുകാർക്ക് ഉന്നയിക്കാം, മാധ്യമപ്രവർത്തകർക്ക് ഉന്നയിക്കാം. അതിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. വീണ ജോർജ് രാജിവെക്കുന്നതിന് പകരം പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇനിയെങ്കിലും ഇമ്മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നീക്കമാണ്. അതിന് മാധ്യമപ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം. MA ബേബി പറയുന്നു ഇവിടെ കുഴപ്പങ്ങളുണ്ട്, എല്ലാം ശരിയല്ല, പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജുകൾക്കുണ്ട് എന്ന് തോമസ് ഐസക്കും പറയുന്നു. ആ രീതിയിലുള്ള പ്രതികരണം മന്ത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം അവസാനിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത് ഒരുതരം ഗൂഢാലോചനയാണ് എന്ന രൂപത്തിൽ മന്ത്രി മാത്രമല്ല മന്ത്രിക്ക് പിന്തുണ നൽകി നടത്തുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളും ആ രൂപത്തിലാണ്. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് മറുപടികൾ നൽകുന്നത് എന്നുള്ളതാണ്. റെജി ലൂക്കോസ്, ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പരിശോധിക്കുന്നു, എങ്ങനെ തിരുത്തലുകൾ വരുത്തുന്നു എന്നാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പോൾ കളക്ടറോട് റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോൾ കളക്ടർ ഇന്നൊരു റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബം, ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അവർക്ക് നൽകേണ്ട സാമ്പത്തിക സഹായം സംബന്ധിച്ച് ആലോചനയിലേക്ക് പോകാനുള്ള റിപ്പോർട്ടാണ് അടിയന്തരമായി നൽകുന്നത്. അതേസമയം എങ്ങനെ കെട്ടിടം വീണു, എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള റിപ്പോർട്ട് അത് എപ്പോൾ കൊടുക്കുമെന്നതിൽ വ്യക്തതയില്ല. ഉടൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു റിപ്പോർട്ടാണല്ലോ. എന്ത് സംഭവിച്ചു എന്ന് കേരളം അറിയേണ്ടതാണല്ലോ. ആ രൂപത്തിൽ അത് വിശദമാക്കുമോ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീണതാണ് 2 ശുചിമുറികൾ. ആ കെട്ടിടമൊന്നും മറിഞ്ഞു വീണിട്ടൊന്നുമില്ല. ഇവിടെ തെറ്റായ അല്ലെങ്കിൽ തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തണം. ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു സംവിധാനം ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ സുനിത വില്യംസിനെ ബഹിരാകാശത്ത് അയച്ച 8 ദിവസത്തേക്ക് അവസാനം 8 മാസം കഴിഞ്ഞിട്ട് എലോൺ മസ്കിന്റെ പേടകത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. നാസ എന്ന് പറയുന്നത് നമ്പർ 1 ഇൻ ദിസ് വേൾഡ് പരിവേഷണത്തിൽ. അതുപോലെ വേറൊരു ഉദാഹരണം പറയാം, ഒരു മിനിറ്റ് ക്ഷമ കാണിക്കണം. F-35 എന്ന് പറയുന്നത് എന്നാ അൾട്ടിമേറ്റ് യുദ്ധവിമാനം എന്നാണ് പറയുന്നത്. അൾട്ടിമേറ്റ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയ യുദ്ധവിമാനം, അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് പ്രോഡക്റ്റാണ് ഈ F-35. അതിലൊരെണ്ണം നേണ്ട തിരുവനന്തപുരത്ത് അപകടകരമായ സാഹചര്യത്തിൽ എമർജൻസി ലാൻഡ് നടത്തി 3 വിദഗ്ധ സംഘം വന്നിട്ടും അതിനെയൊന്നും പൊക്കിക്കൊണ്ടു പോകാൻ പറ്റിയിട്ടില്ല. F-35 എന്ന് പറയുന്നത് റഡാറിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനം, അൾട്ടിമേറ്റ്, അതായത് അവസാനമാണെന്ന് പറയുന്നത് F-35. അതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ഇപ്പൊ ഇന്നലെ മുന്നറിയിപ്പ് ഇല്ലാന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ യുദ്ധവിമാനത്തെ കുറിച്ച് പറയുന്ന താരതമ്യം മനസ്സിലായില്ല റെജി ലൂക്കോസ്? ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ ഒരു സംവിധാനത്തിന് ഒരു തകരാറും പാടില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. തകരാറുകൾ സംഭവിക്കാൻ സംവിധാനം, തകരാറ് വന്നാൽ അത് എങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ ഗവൺമെന്റ് നേരിടുന്നു എന്നുള്ളതാണ് അതിന് പരിഹാരം എന്ന് പറയുന്നത്. എങ്ങനെ നേരിടുന്നു എന്നും എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നും എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണ്. എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല, അതിനൊരു മറുപടി ഉണ്ട്. ഇപ്പൊ ഇവിടെ എനിക്ക് അല്ലാതെ ഈ 3 പേരിൽ എന്നോട് മാത്രമാണല്ലോ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും സംസാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാളല്ലേ. ജനാധിപത്യത്തിൽ സ്മൃതിക്ക് ഒരു അജണ്ട വെച്ചുകൊണ്ടിങ്ങനെ ചോദിക്കരുത്. ഞാൻ സ്മൃതിയുടെ ചർച്ചകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ. അതായത് ഇടപെടാത്ത കാര്യത്തിൽ, ഇടപെടുന്ന കാര്യത്തിൽ സ്മൃതി വേൾഡ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഈ തകരാറുള്ള ഈ ബിൽഡിങ് അതിന് പകരം 6 നിലയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയെ പോലും നാണിച്ചു പോകുന്ന മനോഹരമായ ഒരു ബിൽഡിംഗ് അവിടെ കെട്ടിപ്പടുന്നു. 10 ദിവസത്തെ ക്യാപ്പിനിടയിലാണ് ഈ നിർഭാഗ്യമായ സംഭവം ഉണ്ടായത്. അതിലേക്കുള്ള സർക്കാർ റിപ്പോർട്ട് കിട്ടിയിട്ട് മാറി നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങൾ ശരിയാ, എങ്കിലും സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ആ കെട്ടിടത്തിലേക്ക് ഓൾറെഡി തന്നെ രോഗികളെ ഷിഫ്റ്റ് ചെയ്തു. ആ കോട്ടയത്തേക്ക് നിങ്ങളുടെ റിപ്പോർട്ടർ അത് വിട്ടുപോയി. ആ ബിൽഡിങ്ങിന്റെ സുന്ദരമായ ബിൽഡിംഗ്, എല്ലാ രീതിയിലും 16 ഓപ്പറേഷൻ തിയേറ്റർ സഹിതം ഓൾമോസ്റ്റ് 99% പെർഫെക്റ്റ് ആയ ബിൽഡിംഗ് അവിടെ പണിതിരിക്കുന്നു. അതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇനി വേറൊരു കാര്യം, ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ പറ്റും, എനിക്കൊരു സമയം തരണം. അദ്ദേഹം പറഞ്ഞു ബിന്ദുവിന്റെ ഭർത്താവ് അങ്ങനെയല്ലേ പറയുള്ളൂ. ചെറുതായിട്ട് കാണണ്ട, ആ നാടും എൻ്റെ അടുത്ത് തന്നെയാണ്. അദ്ദേഹം സാമാന്യം നല്ല വിവരമുള്ള മനുഷ്യനാണ്.
അത് മാത്രമല്ല 75 വയസ്സുള്ള അമ്മ, ബിന്ദുവിന്റെ അമ്മ, ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ മൈക്കിന് മുമ്പ് പറഞ്ഞ ഇന്ന് ചികിത്സയ്ക്ക് പണം ആവശ്യമാണ്, സർക്കാരിനെ തള്ളി സംസാരിച്ചാൽ അത് ലഭിക്കുമോ? എന്താണ് ഈ പറയുന്നത്? അവരത് പറയട്ടെ, അതിൽ തെറ്റില്ല, അവരങ്ങനെയാണ് പറയേണ്ടത്. അവർക്ക് സഹായം വേഗത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ സ്മൃതി ആ കുടുംബത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറയാമോ സ്മൃതി? സർക്കാരിനെ കുറ്റപ്പെടുത്തിയ പൈസ തരികയായിരുന്നു. ഈ കുറ്റങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പല്ലേ ഇതെല്ലാം ഈ സർക്കാർ പ്രതികരിച്ചത്? അതേ എന്താ പറഞ്ഞത്? കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെന്റിൽ, ഈ മന്ത്രി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ അമ്മയും പറയുന്നു, അവരുടെ ഭർത്താവും പറയുന്നു ഞങ്ങളുടെ പേരിൽ സമരം നടത്തണ്ടെന്ന് പറഞ്ഞു. ഇവർ ആരുടെ പേരിൽ സമരം നടത്തുന്നത്? ആ കുടുംബം പറഞ്ഞ എന്തുകൊണ്ട് അത്യാഹിതം ഉണ്ടായി, അവരെ സംരക്ഷണം കൊടുത്തു. ഇനി നിങ്ങൾ വേറൊന്നും പറയാം. ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി ആ വീട്ടിൽ ചെല്ലുമ്പോൾ തടയുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നല്ലോ. എസ്കോട്ട് ഇല്ലാണ്ട് ആ മന്ത്രിയോട് ചെന്നു, അവിടെ സംരക്ഷണം കൊടുത്തു. തലയെളുപ്പുറം എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ലെജൻഡ് ജനിച്ച നാട്ടിൽ ആ നാട്ടിലെ ജനങ്ങൾ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് സംരക്ഷണം കൊടുത്തത് ഒരാൾ പോലും മിണ്ടിയില്ല. അതാണ് രാവിലെ 7 മണി എന്ന് പറയുന്നത് പാതിരാത്രിയാണോ? എന്റെയൊക്കെ നാട്ടിൽ 7 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചോളൂ. ഞങ്ങളൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് ജീവിത കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. ഒരുപക്ഷെ സ്മൃതിയെ പോലുള്ളവർക്ക് ചിലപ്പോൾ രാവിലെ 10 മണിക്കായിരിക്കും നേരം എടുക്കുന്നത്, ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ നാട്ടിൽ ആ തലയിൽപ്പുറം നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കേ, ഈ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ, അവിടുത്തെ പൊതുജനം മന്ത്രി വീണ ജോർജിന് സംരക്ഷണം കൊടുത്തു, പാർട്ടി സഖാക്കളും ആ നാട്ടിലെ ജനങ്ങളും. അതാ ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഉദ്ധരിച്ചത്. അങ്ങനെയുള്ള സൗഹാർദ്ദമുള്ള സാഹോദര്യമുള്ള നാടാ കേരളം. അവിടെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായങ്ങൾ മുഴുവൻ തകർന്നു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലുള്ള തകർന്ന സംവിധാനങ്ങളെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ചോദ്യം. തകർന്ന സംവിധാനങ്ങൾ തിരുത്തുന്നു, അതാ ഞങ്ങൾ അതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കേൾക്കാത്തതിനാണ് വിമർശനം ഉയരുന്നത്. അത് പറയുന്നില്ലല്ലോ. ഈ വിമർശനവും ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കേൾക്കാൻ. മന്ത്രി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്ന സഹിഷ്ണുതയുള്ളൊരു വിഭാഗമാണ്. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാ. അതല്ലേ ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ ആവർത്തിച്ച് പറഞ്ഞില്ലേ, ഇത് പരാതി ഉണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്തു. 20 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി അവിടെ വിളിച്ചു വരുത്തി അവലോകനം നടത്തി. ജൂലൈ 10-ാം തീയതിക്ക് മുമ്പായിട്ട് അത് മാറ്റാനായിട്ട് നടപടികൾ സ്വീകരിച്ച പുതിയ ഘട്ടത്തിലേക്ക് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കുറ്റം കണ്ടെത്തുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു തരത്തിലും. അല്ലേ കൊള്ളാം, UDF സർക്കാർ കാണിച്ച പോലെ റിപ്പോർട്ട് കിട്ടിയിട്ട് 3.5 വർഷക്കാലം ഒരു മന്ത്രി കോട്ടയത്തുണ്ടായിരുന്നു, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരു വിരലനക്കാതെ കണ്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗത്ത് ഒരു തീപിടുത്തമുണ്ടായതിന്റെ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ റിപ്പോർട്ട് കാണുമോ, പുറത്തേക്ക് വരുമോ എന്ന സംശയത്തിൽ ചോദിച്ചത്. അതുകൊണ്ടാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മന്ത്രി റെജി ലൂക്കോസിന്റെ വിശദീകരണം വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നാണ് പറയുന്നത്. സജി ചെറിയാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. സജി ചെറിയാൻ പറയുന്നു തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമാണ്. ഒരു നീണ്ട പോസ്റ്റാണ്, അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ വായിക്കാം. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ച അബോധാവസ്ഥയിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നപ്പോൾ ചികിത്സിച്ച സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് എൻ്റെ ബന്ധുക്കളോട് പറയുന്നത്. ആ സമയത്ത് എൻ്റെ ആരോഗ്യനിലയും ചികിത്സയുടെ ആവശ്യകതയും പരിഗണിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. ഇതൊന്നും ആരും ഖണ്ഡിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ഈ ഘട്ടത്തിൽ എന്തിനാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുമുള്ളൂ. തിരിച്ചെത്താം ഇടവേളയ്ക്ക്. ശ്രീകുമാർ, തെരുവിലെ സമരങ്ങൾക്കപ്പുറം ഈ സർക്കാർ ആശുപത്രികളുടെ അനാസ്ഥ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ ഒരു കണക്കെടുത്ത് സർക്കാർ നൽകുന്ന ഒരു രീതിയിലേക്ക് പ്രതിപക്ഷം പ്രവർത്തിക്കുമോ? തീർച്ചയായിട്ടും അതിനാണല്ലോ ഒരു ആരോഗ്യ വകുപ്പ് വിദഗ്ധന്മാരുടെ ഒരു പാനൽ തയ്യാറാക്കിയിട്ടുണ്ട് KPCC. ആ പാനൽ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം ഇവർ പറയുന്നത് 2016 ശേഷമാണ് കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതെന്നല്ല. അപ്പോൾ 2016 മുമ്പ് വരെയൊക്കെ നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് ആരും പോയിട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, ജനങ്ങൾക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ജനങ്ങളെ കൂടി അസ്വസ്ഥരാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിപ്പോൾ കറണ്ട് പോയതുകൊണ്ടാണ്. അതായത് ശ്രീ ചാണ്ടിയുമൻ അവിടെ നടത്തിയ ഒരു നീക്കം തന്മയത്വത്തോടെ അദ്ദേഹം ഉണർന്ന് പ്രവർത്തിച്ചു. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചാണ്ടിയുമൻ പക്വതയില്ലാതെ പെരുമാറിയെന്ന്
അല്ല, അത് ഉണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചില കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ പാർട്ടി പത്രത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പക്വതയില്ലാതെ പെരുമാറിയെന്ന്. ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ട് വിളിച്ചു. അദ്ദേഹം പറഞ്ഞ വാർത്ത മുൻപേ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുത്തായിരിക്കുന്നതാണ് പറഞ്ഞത്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ CPM ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിരന്തരം മുഖപ്രസംഗം എഴുതാൻ 2 ദിവസമായിട്ട് ചാനൽ ചർച്ചകളെ അവർക്ക് പറ്റുന്നില്ല. ചാനലുകൾ ചർച്ച എടുക്കാൻ പാടില്ല. പക്ഷേ CPM മുഖപ്രസംഗം എഴുതുക മുഖപത്രത്തിൽ. പക്ഷേ ശ്രീമതി സ്മൃതി CPIയുടെ മുഖപത്രമുണ്ട് ജനയുഗം 4 ദിവസമായി മിണ്ടിയിട്ടില്ല ഈ പ്രശ്നത്തെക്കുറിച്ച്. എന്താ കാരണം? അവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. 2 മന്ത്രിമാരവിടെ വന്ന ശേഷം നടത്തിയ പ്രസ്താവന അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം കിട്ടുന്നു. അതിനുശേഷം അവർ നടത്തുന്ന ഓരോരോ മലക്കം മറിച്ചുകൾ ജനം കാണുന്നു. അപ്പോൾ എങ്ങനെ CPI മുഖപ്രസംഗം എഴുതുക? എടുത്തു നോക്കൂ ജനയുഗം. അത് CPI ഇവിടെ ഭരിക്കുന്ന 2ാമത്തെ കക്ഷിയല്ലേ കേരളത്തിലെ ഭരിക്കുന്നത്. അവർക്കില്ല ആരോഗ്യരംഗം 2014 മുമ്പത്തെ. പക്ഷേ പലപ്പോഴും വിമർശിച്ച ചരിത്രവും ഉണ്ടല്ലോ CPI. ഇവരിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ അല്ല, വിമർശിച്ച ചരിത്രം ഉണ്ടെങ്കിൽ അത് വെറും മറ്റേ പ്രസംഗത്തിൽ ആരെങ്കിലും ചോദിക്കുമ്പം പറയും, ഏതെങ്കിലും പത്രലേഖകർ ചോദിക്കുമ്പം പറയും, അത് ആ കാര്യമേ പറയുള്ളൂ. നേരെ മറിച്ച് പാർട്ടി മുഖപ്രസംഗം എഴുതണ്ടേ? ആരോഗ്യ രംഗത്തെക്കുറിച്ച് CPM അവരുടെ 2 ദിവസമായിട്ട് മുഖപ്രസംഗം എഴുതിക്കൊണ്ടിരിക്കുക. 2 എഴുതുന്നത് ചാനലുകൾക്കും പത്രങ്ങൾക്കും നേരെയാണ്. അല്ലാണ്ട് ഈ സാധനം ഇടിഞ്ഞു വീണതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുവെന്ന ആ സമയത്ത് മന്ത്രിമാർ പക്വതയോടെ പെരുമാറണം. അത് പ്രതിപക്ഷത്തിന്റെ തലക്കിടരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ കേട്ടു, AK ആന്റണി ചികിത്സയ്ക്ക് പോയി സർക്കാർ ചെലവിലെന്ന്. AK ആന്റണി സർക്കാർ ചെലവിലാണോ ചികിത്സയ്ക്ക് പോയത്? AICC ആണ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചത്. VM സുധീരൻ പോയി. AICC ആണ് അദ്ദേഹത്തെ VM സുധീരൻ പറഞ്ഞയച്ചത്. ചർച്ച ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ പോയിന്റ് തൽക്കാലം നമുക്ക് വിടാം. വളരെ നന്ദി ശ്രീ റീജി ലോക്ക്. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ശ്രീ A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.